ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രേഷനുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഫങ്ഷൻസ് പറഞ്ഞു. ഇവിടെ നമ്മൾ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് ഫങ്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഇൻ്റർവെൽ ഏതാണ്, ഡിക്രീസ് ചെയ്യുന്ന ഇൻ്റർവെൽ ഏതാണെന്നൊക്കെ നമുക്ക് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഗ്രാഫ് എടുക്കുന്നുണ്ട്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള പരാബോളയുടെ ഗ്രാഫാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, അവിടെ വൈ ആക്സിൻ്റെ റൈറ്റ് സൈഡിൽ 2 പോയിൻറ്റ്സ് നമ്മൾ റിയൽ ലൈനിൽ എടുത്തിട്ടുണ്ട്, x1 x2. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ്റെ വാല്യൂസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് വൺ എഫ് ഓഫ് എക്സ് ടു. അതുപോലെ വൈ ആക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലും x1 x2 ആൻഡ് എഫ് ഓഫ് എക്സ് വൺ എഫ് ഓഫ് എക്സ് ടു. ഇപ്പോൾ നിങ്ങൾ ഗ്രാഫിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റും. അതായത് x1 ലെസ് ദാൻ x2 ആണ് ഇവിടെ, അല്ലേ? റൈറ്റ് സൈഡിൽ x1 ലെസ് ദാൻ x2. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ്റെ വാല്യൂസ് എങ്ങനെയാണ് വരുന്നത്? എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ടു എന്നല്ലേ വരുന്നത്. ആ കണ്ടീഷനിൽ ഗ്രാഫ് ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഇവിടെ ഗ്രാഫ്, അതായത് ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നോക്കുക, ഇവിടെയും x1 ലെസ് ദാൻ x2 ആണ്. അതിന് കറസ്പോണ്ടിങ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? എഫ് ഓഫ് എക്സ് വൺ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ടു ആണ്, അല്ലേ? ഈ കേസിൽ ഗ്രാഫ് എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഗ്രാഫ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇൻക്രീസിങ്ങിൻ്റെ ഡിക്രീസിങ്ങിൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. അതായത് ഒരു ഓപ്പൺ ഇൻ്റർവെൽ ഐയിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ അവിടെ ഇൻക്രീസിങ് ആണോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? Increasing on I, if x1 less than x2 implies f of x1 less than or equal to f of x2 for all x1 comma x2 belongs to I. Less than or equal to f of x2 വരുമ്പോൾ അതിനെ ഇൻക്രീസിങ് എന്ന് പറയും. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറയുകയാണെങ്കിൽ x1 ലെസ് ദാൻ x2 ആണെങ്കിൽ f of x1 ലെസ് ദാൻ f of x2 for all x1 comma x2 belongs to I. ഇപ്പോൾ ലെസ് ദാൻ ഒരു ഈക്വൽ ടു വരുമ്പോൾ ഇൻക്രീസിങ് എന്ന് മാത്രം പറയും. ലെസ് ദാൻ ആകുമ്പോൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറയും. അതുപോലെ ഡിക്രീസിങ് ഫംഗ്ഷനും x1 ലെസ് ദാൻ x2 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആണെങ്കിൽ അത് ഡിക്രീസിങ് ആണ്. അതുപോലെ x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് വൺ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ടു ആണെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഗ്രാഫും കൂടി ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഫസ്റ്റ് ഗ്രാഫ് നോക്കുക. ഇത് എന്താണ്? ഗ്രാഫ് കണ്ടാൽ അറിയാം നിങ്ങൾക്ക്. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുകയാണെങ്കിൽ ഗ്രാഫ് ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ പൊസിഷനിലെത്തുമ്പോൾ ഗ്രാഫ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്നുണ്ട്, അല്ലേ? അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് പോയിട്ട് പിന്നെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുക. ചില സ്ഥലത്ത് അത് കോൺസ്റ്റൻ്റ് ആയിട്ട്, അതായത് അവിടെ ലെസ് ദാൻ ഒരു ഈക്വൽ ടു എന്നുള്ള ഒരു കണ്ടീഷനും കൂടി അവിടെ വരുന്നുണ്ട്. അത് ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയും. ഇവിടെ നോക്കുക, ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. കാരണം ഇവിടെ ഗ്രാഫ് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് തന്നെയാണ് ചെയ്യുന്നത്, അല്ലേ? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആ ഡൊമൈൻ, ഏത് ഡൊമൈനിലാണോ അല്ലെങ്കിൽ ഏത് ഇൻ്റർവെല്ലാണോ അത് ഡിഫൈൻ ചെയ്തത്, ആ ഇൻ്റർവെൽ ത്രൂ ഔട്ട് അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറയാം. അതുപോലെ ഈ ഗ്രാഫ് നോക്കുക, മൂന്നാമത്തത്. ഇത് എന്താണ്? ഡിക്രീസിങ് ആണ്, അല്ലേ? ചില സ്ഥലത്ത് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നുണ്ട്, പിന്നെയും ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഡിക്രീസിങ് ഫംഗ്ഷനാണ്. ഈ നാലാമത്തെ ഗ്രാഫ് ഇത് ത്രൂ ഔട്ട് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രിക്ട്ലി ഡിക്രീസിങ് എന്ന് പറയും. ഇത് നോക്കുക, അഞ്ചാമത്തെ ഗ്രാഫ്. ഇത് ഡിക്രീസിങ് ഇൻക്രീസിങ് അങ്ങനെ പോകുന്ന ഗ്രാഫാണ്. സൈൻ എക്സും കോസ് എക്സും ഒക്കെയുള്ള ഗ്രാഫ് ഇങ്ങനെയല്ലേ ഗ്രാഫ്? കോസ് എക്സിൻ്റെയും അതുപോലെ സൈൻ എക്സിൻ്റെ ഒക്കെ അത് ഇൻക്രീസ് ചെയ്യും, പിന്നെ ഡിക്രീസ് ചെയ്യും, പിന്നെ ഇൻക്രീസ് ചെയ്യും, അല്ലേ? അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നതാണ്. അത്തരം കേസിന് നമ്മൾ നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് എന്നാണ് പറയുക. അപ്പോൾ ഇതാണ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്ങിൻ്റെ ഡെഫിനിഷനായിട്ട് പറയാനുള്ളത്. ഇനി നമ്മളതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നത് ഒരു തിയറം യൂസ് ചെയ്തിട്ടാണ്. ആ തിയറം എന്താണെന്ന് വെച്ചാൽ, ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി, ദെൻ എഫ് ഈസ് ഇൻക്രീസിങ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ ബി. അതായത് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനാണ് എഫ് എങ്കിൽ അവിടെ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യണം. ആ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ എ ബി. അതുപോലെ ഡിക്രീസിങ് ആവണമെങ്കിൽ ആ ഇൻ്റർവെല്ലിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കണം.
ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ഇനി അത് രണ്ടും അല്ലാതിരിക്കാം. അതായത് എന്താണ്, എഫ് ഈസ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഈ തിയറം ഇതിൻ്റെ പ്രൂഫൊന്നും നമുക്ക് ആവശ്യമില്ല, പ്രൂഫ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും, ലെസ് ദാൻ 0 ആണെങ്കിൽ ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും, ഈക്വൽ ടു 0 വരുമ്പോൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. ഈ തിയറം വെച്ചിട്ടാണ് നമ്മൾ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇനി ഒന്നാമത്തെ പ്രോബ്ലം നോക്കാം. ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂ മൈനസ് 3x സ്ക്വയർ മൈനസ് 4x ഫോർ എക്സ് ബിലോങ്സ് ടു ആർ ഈസ് ഇൻക്രീസിങ് ഓൺ ആർ. ഇത് ആറിൽ, അതായത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ ഇൻക്രീസിങ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് നോക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ പറയുക, 3x സ്ക്വയർ മൈനസ് 6x പ്ലസ് 4. അതിൽ നമ്മൾ 3 ഔട്ട് സൈഡിൽ എടുത്തിട്ട് ഇതൊന്ന് മാറ്റി എഴുതാണ്. അതായത് 3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 പ്ലസ് 1 ഇങ്ങനെ എഴുതുന്നു. ഇങ്ങനെ എഴുതുന്നത് അതൊരു ഹോൾ സ്ക്വയർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എഴുതുമ്പോൾ ഇവിടെ ബ്രാക്കറ്റിനുള്ളിലുള്ളത് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ആയി മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് 3 ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്നാണുള്ളത്. ഇവിടെ ഇപ്പോൾ ഇതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, കാരണം എക്സിന് ഏത് വാല്യൂ കൊടുത്താലും അത് ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ആർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയാം എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ആർ അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻസ്, ഫൈൻഡ് ദി ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 6 ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 6 ആണ്. അത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ ചെക്ക് ചെയ്യാൻ നമുക്ക് ഡെറിവേറ്റീവ് നോക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്, 2x മൈനസ് 4 ആണ് അല്ലേ. ഇൻക്രീസിങ്ങിൻ്റെ കണ്ടീഷൻ എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, അതായത് 2x മൈനസ് 4 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻ വെച്ചിട്ട് എന്താണോ കിട്ടുന്നത് അത് വെച്ചിട്ട് നമുക്ക് ഇൻ്റർവെൽ കാണാൻ പറ്റും. 2x മൈനസ് 4 ഗ്രേറ്റർ ദാൻ 0 മീൻസ് എക്സ് മൈനസ് 2 ഗ്രേറ്റർ ദാൻ 0 അല്ലേ. 2 ക്യാൻസൽ ചെയ്യാം. എക്സ് മൈനസ് 2 ഗ്രേറ്റർ ദാൻ 0, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്നാണ് കിട്ടുന്നത്. അപ്പോഴേതാ ഇൻ്റർവെൽ വരിക, നിങ്ങൾ ഇൻ്റർവെൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണല്ലോ, ഇൻഇക്വാലിറ്റിയിൽ നമ്മൾ ഇൻ്റർവെൽ എഴുതാൻ പഠിച്ചതാണ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുമ്പോൾ എന്ത് ഇൻ്റർവെലാണ് വരിക, ഓപ്പൺ ഇൻ്റർവെൽ ടു ഇൻഫിനിറ്റി എന്നല്ലേ വരിക. അപ്പോൾ എഫ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ചെയ്യുന്ന ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെൽ ടു ഇൻഫിനിറ്റി ആണ്. അതുപോലെ ഡിക്രീസ് ചെയ്യുന്ന ഇൻ്റർവെൽ എന്താ നോക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0, അതായത് 2x മൈനസ് 4 ലെസ് ദാൻ 0, അതായത് എക്സ് ലെസ് ദാൻ 2. ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ ഇൻ്റർവെൽ എന്താ വരിക, മൈനസ് ഇൻഫിനിറ്റി 2 ഓപ്പൺ ഇൻ്റർവെൽ. അപ്പോൾ ഇതാണ് സ്ട്രിക്ട്ലി ഡിക്രീസ് ചെയ്യുന്ന ഇൻ്റർവെൽ. ഇത് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ അടുത്തത്, ഫൈൻഡ് ദി ഇൻ്റർവെൽസ് ഇൻ വിച്ച് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 10 മൈനസ് 6x മൈനസ് 2x സ്ക്വയർ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ വരിക, മൈനസ് 6 മൈനസ് 4x എന്ന് വരും അല്ലേ. അപ്പോൾ ഇൻക്രീസിങ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0, അതായത് മൈനസ് 6 മൈനസ് 4x ഗ്രേറ്റർ ദാൻ 0, അതായത് മൈനസ് 6 ഗ്രേറ്റർ ദാൻ 4x ഓർ എക്സ് ലെസ് ദാൻ മൈനസ് 6/4, അതായത് എക്സ് ലെസ് ദാൻ മൈനസ് 3/2 എന്ന് കിട്ടും. അപ്പോൾ ഇൻ്റർവെൽ എന്താ കിട്ടുക, എഫ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഇൻക്രീസ് ചെയ്യുന്ന ഇൻ്റർവെൽ എന്താ, ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി മൈനസ് 3/2 അല്ലേ, കാരണം എക്സ് ലെസ് ദാൻ മൈനസ് 3/2 ആണല്ലോ. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി മൈനസ് 3/2. അതുപോലെ ഡിക്രീസ് ചെയ്യുന്ന ഇൻ്റർവെൽ എന്താ, എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0, മൈനസ് 6 മൈനസ് 4x ലെസ് ദാൻ 0, അതായത് 4x ഗ്രേറ്റർ ദാൻ മൈനസ് 6 എന്ന് കിട്ടും, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ മൈനസ് 6/4, ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ മൈനസ് 3/2. അതുകൊണ്ട് ഡിക്രീസ് ചെയ്യുന്ന ഇൻ്റർവെൽ എന്താണ്, മൈനസ് 3/2 മുതൽ ഇൻഫിനിറ്റി വരെ അല്ലേ. ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് 3/2 ഇൻഫിനിറ്റി, അതാണ് ഡിക്രീസ് ചെയ്യുന്ന ഇൻ്റർവെൽ. നെക്സ്റ്റ്, ഈ ഇൻ്റർവെൽ കാണാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. Find the intervals in which f of x equal to 4x cube minus 6x square minus 72x plus 30 is strictly increasing, strictly decreasing. ഇവിടെ ഡെറിവേറ്റീവ് എന്താണ്, 12x സ്ക്വയർ മൈനസ് 12x മൈനസ് 72. അതിൽ 12 എടുത്താൽ കോമൺ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ ബ്രാക്കറ്റിൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 എന്ന് കിട്ടും, അതായത് 12 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് കിട്ടും.
ഇവിടെ നമ്മൾക്ക് ഇൻ്റർവെൽ കാണാൻ എഫ് ഡാഷ് ഓഫ് എക്സിനെ സീറോന് ഇക്വേറ്റ് ചെയ്താൽ മതി. അവിടെ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണല്ലോ എഫ് ഡാഷ് ഓഫ് എക്സ് 0 വരുമ്പോൾ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടും നമുക്ക്. എഫ് ഡാഷ് ഓഫ് എക്സ് 0 ഇംപ്ലൈസ് എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0. അതായത് എക്സ് ഈക്വൽ ടു 3ഉം -2ഉം കിട്ടും അല്ലേ. ഈ രണ്ട് പോയിൻറ്റ്സ് നമ്മൾ നമ്പർ ലൈൻ അല്ലെങ്കിൽ റിയൽ ലൈനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യും? ദീസ് പോയിൻറ്റ്സ് ഡിവൈഡ് ദ റിയൽ ലൈൻ ഇൻ ടു 3 ഡിസ്റ്റോയിൻറ്റ് ഇൻ്റർവെൽസ് അല്ലേ. ഏതൊക്കെയാണ്? 3ഉം -2 അല്ലേ. അപ്പോൾ ഇൻ്റർവെൽ ഏതൊക്കെയാണ് വരിക? ഒന്ന് -∞ മുതൽ -2 വരെയാണ് ഒരു ഇൻ്റർവെൽ. അടുത്ത ഇൻ്റർവെൽ -2 മുതൽ 3 വരെ. നെക്സ്റ്റ് ഇൻ്റർവെൽ 3 മുതൽ ഇൻഫിനിറ്റി വരെ അല്ലേ. ഇങ്ങനെ 3 ഇൻ്റർവെലായിട്ടാണ് ഡിസ്റ്റോയിൻറ്റ് ഇൻ്റർവെൽസ് ആയിട്ടാണ് റിയൽ ലൈനെ ഡിവൈഡ് ചെയ്യുക. ഇനി ഓരോ ഇൻ്റർവെല്ലും നമ്മൾക്കത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആദ്യത്തെ ഇൻ്റർവെൽ നോക്കാം, -∞ -2. അവിടെ നിങ്ങൾക്ക് നോക്കാം ഡെറിവേറ്റീവ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ഡെറിവേറ്റീവിൽ കൊടുത്താൽ മതി. ഡെറിവേറ്റീവ് എന്താ? 12 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 അല്ലേ ഡെറിവേറ്റീവ്. അപ്പോൾ ഈ -∞ -2 എന്നുള്ള ഈ ഇൻ്റർവെലിന് ഉള്ളിൽ വരുന്ന ഏതെങ്കിലും ഒരു പോയിന്റ്, അതായത് -3ഓ -4ഓ -5ഓ അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റ് ഡെറിവേറ്റീവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് അത് ലെസ് ദാൻ 0 ആണോ ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കുക. ഇവിടെ ഇപ്പോൾ ഒരു -3 ഒക്കെ അതിൽ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം നെഗറ്റീവ് കിട്ടും, സെക്കൻഡ് ടേം രണ്ട് ഫാക്ടറില്ലേ എക്സ് -3ഉം എക്സ് പ്ലസ് 2 ഇല്ലേ. അപ്പോൾ ആദ്യത്തെ ടേമിൽ -2 എടുക്കുമ്പോൾ അത് നെഗറ്റീവ് കിട്ടും, അടുത്ത ടേമിൽ -2 എടുക്കുമ്പോൾ അതും നെഗറ്റീവ് തന്നെ കിട്ടുക. അപ്പോൾ നെഗറ്റീവ് അതായത് പോസിറ്റീവാണ് വരിക. എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, അപ്പോൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അതുപോലെ അടുത്ത ഇൻ്റർവെൽ -2 3 ആ രണ്ട് ഇൻ്റർവെലിന് ഇടയിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് കൊടുത്താൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1 എന്നുള്ളത് ഈ ഡെറിവേറ്റീവിൽ കൊടുക്കാം. 12 ഇൻറ്റു എക്സ് മൈനസ് 3 അതായത് 1 - 3 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് അല്ലേ. ഇൻറ്റു എക്സ് പ്ലസ് 2 അതായത് 1 + 2 അത് പോസിറ്റീവ് അല്ലേ. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതാണ് ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് മാർക്ക് ചെയ്തത്. നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് തന്നെയല്ലേ. അപ്പോൾ ലെസ് ദാൻ 0, അപ്പോൾ സ്ട്രിക്ട്ലി ഡിക്രീസിങ്. അടുത്ത ഇൻ്റർവെൽ 3 ഇൻഫിനിറ്റി. 3ഉം ഇൻഫിനിറ്റിക്കും ഇടയിൽ ഏതെങ്കിലും ഒരു പോയിന്റ് 4ഓ 5ഓ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക അവിടെ. ഇപ്പോൾ 4ഉം 4 കൊടുക്കുമ്പോൾ ഇപ്പോൾ 4 - 3 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് തന്നെ, 4 + 2 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് തന്നെ. അപ്പോൾ പോസിറ്റീവ് അതായത് ഗ്രേറ്റർ ദാൻ 0, സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അപ്പോൾ ഇതാണ് 3 ഇൻ്റർവെല്ലും ഫംഗ്ഷൻ്റെ നേച്ചർ. ഇങ്ങനെയാണ് തേർഡ് ഡിഗ്രി വരുമ്പോൾ ചെയ്യാം. Find the interval in which f of x equal to -2x³ -9x² -12x plus 1 is strictly increasing, strictly decreasing. ഇവിടെ ഡെറിവേറ്റീവ് എന്താണ്? -6x² -18x -12. ഇവിടെ -6 കോമൺ ആയിട്ട് എടുത്താൽ -6x² + 3x + 2 എന്ന് കിട്ടും. അതായത് -6 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്നാണ് കിട്ടുക അല്ലേ. ഡെറിവേറ്റീവ് അങ്ങനെയാണ് വരുന്നത്. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0, അതായത് എക്സ് -2 -1 ആണ് കിട്ടുക. അപ്പോൾ ഏതൊക്കെ ഇൻ്റർവെൽസ് ആണ് വരിക? -2 -1 അല്ലേ. അപ്പോൾ ഇൻ്റർവെൽസ് ഏതാ വരിക? ഒന്ന് -∞ മുതൽ -2 വരെ, മറ്റേത് -2 മുതൽ -1 വരെ, ആൻഡ് -1 മുതൽ ഇൻഫിനിറ്റി വരെ. അങ്ങനെ 3 ഇൻ്റർവെൽസ് ആണ് വരിക. ഇനി ഓരോ ഇൻ്റർവെൽസിൽ നോക്കണം. -∞ -2 അതിൽ എന്താണ്? അതിൻ്റെ ഇടയിലുള്ള ഒരു പോയിന്റ് ഡെറിവേറ്റീവിൽ കൊടുക്കുമ്പോൾ ഇപ്പോൾ എന്താ വരിക? ഇപ്പോൾ -3 എങ്ങാനും കൊടുക്കുമ്പോൾ ഇവിടെ -3 കൊടുക്കുമ്പോൾ -6 എന്ന് പറയുന്നത് അതും ഒരു നെഗറ്റീവാണ്. രണ്ടാമത്തെ ഫാക്ടറായ എക്സ് പ്ലസ് 2ൽ -3 കൊടുക്കുമ്പോൾ അതും നെഗറ്റീവ് വരും. അടുത്തതിൽ കൊടുക്കുമ്പോൾ നെഗറ്റീവ് വരും അല്ലേ. അപ്പോൾ നെഗറ്റീവ് ആണ്. ഇപ്പോൾ 3 നെഗറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ് തന്നെ, ലെസ് ദാൻ 0, സ്ട്രിക്ട്ലി ഡിക്രീസിങ്. അതുപോലെ -2 -1 അതിൻ്റെ ഇടയിലുള്ള ഒരു പോയിന്റ് കൊടുക്കുമ്പോൾ -1.5 അങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് തന്നെ, ഇവിടെ എന്താ വരിക? പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്, അപ്പോൾ ഗ്രേറ്റർ ദാൻ 0, അപ്പോൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. അതുപോലെ നെക്സ്റ്റ് -1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഒരു പോയിന്റ്, അതായത് 1 എങ്ങാനും നമുക്ക് കൊടുക്കാം. അപ്പോൾ -6 ഇൻറ്റു 1 + 2 എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവാണ്. അടുത്തത് 1 + 1 അത് പോസിറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെയാണ് ഫാക്ടേഴ്സിൽ കൊടുക്കുമ്പോൾ കിട്ടുക. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് പറയുമ്പോൾ അത്
നെഗറ്റീവ്. അപ്പോൾ ലെസ് ദാൻ 0 സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഇതാണ് 3 ഇൻ്റർവെല്ലിലും വരുന്നത്. നെക്സ്റ്റ്, ഫൈൻഡ് ദി ഇൻ്റർവെൽസ് ഇൻ വിച്ച് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ 3x ഫോർ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ 0π/2 ഈസ് ഇൻക്രീസിങ് ഡിക്രീസിങ്. അവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ വരിക? എഫ് ഓഫ് എക്സ് സൈൻ 3x ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് 3 cos 3x എന്ന് വരും അല്ലേ. ഇനി അത് 0 ഇക്വേറ്റ് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ഇൻ്റർവെൽ കിട്ടും. അതായത് 3 cos 3x 0, അതായത് cos 3x 0, cos തീറ്റ 0 പറയുമ്പോൾ തീറ്റ π/2 3π/2 അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? 3x എന്ന് പറഞ്ഞാൽ π/2 3π/2. അപ്പോൾ എക്സ് എന്താ വരിക? π/6ഉം π/2 അല്ലേ. ഇതാണ് എക്സിൻ്റെ വാല്യൂസ്. ഈ വാല്യൂസ് നമുക്ക് എത്ര ഇൻ്റർവെലായിട്ട് ഡിവൈഡ് ചെയ്യും? എക്സ് 0 π/2 ഇടയിലാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂസ് കിട്ടിയത് π/6ഉം π/2 ആണ്. അപ്പോൾ ഇൻ്റർവെൽസ് ഏതൊക്കെയാണ് വരിക? 0 മുതൽ π/6 വരെ ഒരു ഇൻ്റർവെൽ, പിന്നെ π/6 മുതൽ π/2 വരെ, അങ്ങനെ 2 ഡിസ്റ്റോയിൻ്റ് ഇൻ്റർവെൽസ് മാർക്ക് ചെയ്യാം. ഇനി ആദ്യത്തെ ഇൻ്റർവെൽ 0 π/6 എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്? അത് > 0 ആണ് വരിക. അതിൻ്റെ റീസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം എക്സ് 0നും π/6നും ഇടയിൽ വരുമ്പോൾ 3x ഏതിനിടയിൽ വരും? 0നും π/2നും ഇടയിൽ വരും അല്ലേ. അതായത് 3x എന്നുള്ളത് ഫസ്റ്റ് ക്വാഡ്രാൻറ്റിലാണ്. അപ്പോൾ cos 3x എന്താണ്? പോസിറ്റീവാണ്. cos 3x പോസിറ്റീവ് മീൻസ് എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ്. കാരണം എഫ് ഡാഷ് ഓഫ് എക്സ് പറഞ്ഞാൽ 3 cos 3x ആണല്ലോ, അത് പോസിറ്റീവ്. അപ്പോൾ 0 π/6 എന്നുള്ള ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അതുപോലെ അടുത്ത ഇൻ്റർവെൽ π/6 π/2, അതിൽ ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണ്. കാരണം എന്ന് വെച്ചാൽ എക്സ് π/6നും π/2നും ഇടയിൽ വരുമ്പോൾ, അതായത് π/6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2, അതിനിടയിൽ വരുമ്പോൾ 3x ഏതിനിടയിൽ വരും? ഇത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി രണ്ട് സൈഡിലും. അപ്പോൾ എന്തുവരും? π/2നും 3π/2നും ഇടയിലാണ് 3x വരിക. π/2ഉം 3π/2 ഇടയിൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആൻഡ് തേർഡ് ക്വാഡ്രാൻ്റാണ്. സെക്കൻഡിലും തേർഡ് ക്വാഡ്രാൻറ്റിൽ കൊസൈൻ ഫംഗ്ഷൻ നെഗറ്റീവാണ്. അതായത് cos 3x ലെസ് ദാൻ 0 ആണ്. ദാറ്റ് മീൻസ് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0. അപ്പോൾ അവിടെ ഡിക്രീസിങ് ആണ്. അപ്പോൾ നമുക്ക് ഇൻക്രീസ് ചെയ്യുന്ന ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 π/6ഉം ഡിക്രീസ് ചെയ്യുന്ന ഇൻ്റർവെൽ π/6 π/2 ആണ്. ഇവിടെ സ്ട്രിക്ട്ലി ഇല്ലാത്തതുകൊണ്ട് ഓപ്പൺ ഇൻ്റർവെൽ വേണ്ട, ക്ലോസ്ഡ് ഇൻ്റർവെൽ മതി. കാരണം അവിടെയാണല്ലോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരിക. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ മതി. അടുത്തത് ഫൈൻഡ് ദി ഇൻ്റർവെൽസ് ഇൻ വിച്ച് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് വെർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. 0നും 2πനും ഇടയിൽ ഇൻ്റർവെലാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് എന്താ വരിക? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് അല്ലേ. ഇനി ഡെറിവേറ്റീവ് 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടും. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഈക്വൽ ടു 0. അതായത് കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? π/4ഉം 5π/4ഉം ആണ്. കാരണം അവിടെയാണ് കോസും സൈനും ഈക്വൽ ആവുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഇൻ്റർവെൽസ് ആണ് കിട്ടുക? 0നും 2πക്കും ഇടയിൽ ഏതൊക്കെ ഇൻ്റർവെൽസ് ആണ് കിട്ടുക? ഒന്ന് 0 മുതൽ π/4 വരെ, അടുത്തത് π/4 മുതൽ 5π/4 വരെ, അടുത്തത് 5π/4 മുതൽ 2π വരെ. ഇനി ഓരോ ഇൻ്റർവെൽ നോക്കാം. 0 മുതൽ π/4 വരെ സൈൻ ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. കാരണം എഫ് ഡാഷ് ഓഫ് എക്സ് പറഞ്ഞാൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് അല്ലേ. അതിൽ 0നും π/4നും ഇടയിൽ ഒരു വാല്യൂ കൊടുത്ത് നോക്കിയാൽ മതി. അതായത് π/6 കൊടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ കോസ് π/6 മൈനസ് സൈൻ π/6 അത് ഗ്രേറ്റർ ദാൻ 0 ആണ് കിട്ടുക. കോസ് 30 മൈനസ് സൈൻ 30 അല്ലേ. അതായത് √3/2 മൈനസ് 1/2 അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. അടുത്തത് π/4 മുതൽ 5π/4 വരെ, അതിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ എന്തെങ്കിലും ഒരു π/2ഓ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് നോക്കിയാൽ മതി ഡെറിവേറ്റീവിൽ. അതായത് കോസ് എക്സ് മൈനസ് സൈൻ എക്സിൽ ഒരു π/2 കൊടുത്താൽ മതി. അപ്പോൾ സൈൻ 90 മൈനസ് കോസ് 90 മൈനസ് സൈൻ 90 എന്ന് പറയുമ്പോൾ -1, അതായത് ലെസ് ദാൻ 0. അപ്പോൾ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. അടുത്തത് 5π/4 മുതൽ 2π വരെ എന്താ വരിക? അതിൻ്റെ ഇടയിലുള്ള എന്തെങ്കിലും വാല്യൂ കൊടുക്കുക. അതായത് 270, അതായത് 3π/2 കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുക കോസ് 3π/2 മൈനസ് സൈൻ 3π/2 എന്നാണ്. അപ്പോൾ +1 കിട്ടുക.
അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും. അപ്പോൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഇങ്ങനെയാണ് 3 ഇൻ്റർവെല്ലും വരുന്നത്. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. പ്രൂവ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് സൈൻ എക്സ് is strictly increasing on 0 pi by 2 and strictly decreasing on open interval pi by 2 pi. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് സൈൻ എക്സ് ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ വരിക? 1 ബൈ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്നല്ലേ. അതായത് കോസ് എക്സ് ബൈ സൈൻ എക്സ് കോട്ട് എക്സ് ആണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ തന്ന ഇൻ്റർവെൽ എന്താ? 0 pi by 2 0 pi by 2 കോട്ട് എക്സ് എന്താണ്? 0 pi by 2 പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രാനാണ്. അവിടെ എല്ലാം പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഇൻ 0 pi by 2. അപ്പോൾ ആ ഇൻ്റർവെല്ലിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ അടുത്തത് പൈ ബൈ 2 പൈ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രാൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രാൻറ്റിൽ കോട്ട് എക്സ് നെഗറ്റീവ് ആണ്. അപ്പോൾ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ് ഓപ്പൺ ഇൻ്റർവെൽ പൈ ബൈ 2 പൈയിൽ എന്ന് പറയാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസിൽ കൂടുതൽ പ്രോബ്ലംസ് ടെക്സ്റ്റിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.